4 മണിക്ക് ട്യൂഷൻ വെച്ചേ ഈ ടീച്ചർ അവിടെ പോയി കിടക്കുക. നിങ്ങൾ വന്നായിരുന്നോ? ഒന്ന് വിളിക്കണ്ടായിരുന്നോ? അതെങ്ങനെ പഠിക്കാൻ ഉത്തരവാദിത്തം ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാൻ കുളിച്ചിട്ട് വരാം. വെയിറ്റ് ചെയ്യ് കേട്ടോ. അപ്പൊ ഇനി 1 മണിക്കൂറില്ലയോ? ജോക്കവർ കളിച്ചാലോ? നേരത്തെ വന്നതല്ലാണോ? എന്തുവാടേ? ഇനി വാ, അകത്തിരുന്ന് എന്തോ എടുക്കുവോ നീ? അമ്മ കുളിക്കാൻ കേറിയേക്കുക. ഇനി ഇറങ്ങണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഞാൻ അപ്പോഴത്തെ ഗെയിം കളിച്ചിട്ട് വരാം. പഠിക്ക് പഠിക്ക്. അമ്മ ടീച്ചറായത് അഹങ്കാരം. നീ ട്യൂഷൻ ഫീസ് കൊടുത്തോ? വിശക്കുന്നില്ല നമുക്കൊന്നും. കുറെ നേരമല്ലേ വന്നിട്ട്? വണ്ടി വന്നിട്ട് തിന്ന് കാണിക്കുന്നുണ്ടോ? നീ എന്തോ തിന്നിട്ട് വന്നേ? ഞാനൊരു വെണ്ടക്കാൻ തിന്നില്ല. ആ തള്ള പറഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴാ തിന്നാൻ തരാമെന്നാ. അപ്പൊ ഈ തെണ്ടി മനഃപൂർവ്വ ഇവനിട്ടൊരു പണി കൊടുക്കണം. മോനെ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പിള്ളേരുടെ മുന്നിൽ ഇരുന്ന് കഴിക്കരുതെന്ന്? വയറുവേദന എടുക്കത്തില്ലയോ? ചെല്ല്, അകത്ത് പോയിരുന്ന് കഴിക്കും. ഇത്ര നേരം എന്തോടുക്കുമായിരുന്നു? കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചോ? ചോദ്യം ചോദിക്കാൻ ബുക്ക് അടച്ചു വെച്ചേ. അതിന് കഴിഞ്ഞ ദിവസം നമ്മളെന്തോ പഠിപ്പിച്ചു. ഇവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോ വീട്ടിൽ പറഞ്ഞു വിട്ടില്ലയോ? ടീച്ചറിനെ കണ്ട് പോണെന്നും പറയും. അടങ്ങിയിരുന്നേ, ഞാൻ തീരുമാനിക്കും കേട്ടോ. അല്ല, സുമേഷ് എന്തേ? സുമേഷ് ടീച്ചറിന്റെ അയൽക്കാരനല്ലയോ? ഞങ്ങളോടാണോ ചോദിക്കുന്നത്? സുമേഷ് എന്ത് ഇല്ലയോ? വത്സലാമേ, സുമേഷ് എന്തേ? അയ്യോ, അവൻ വയ്യാന്നും പറഞ്ഞ് കിടക്കുവാ. അവന്റെ കള്ളപ്പനി ഇപ്പൊ ഞാൻ തീർത്തു കൊടുക്കാവേ. തൊട്ടപ്പുറത്തായോണ്ട് അവന് പണി കിട്ടി. ജോക്കവർ കളിക്കുന്നു. സുമേഷേ, നിന്റെ അടവാണെന്നൊക്കെ എനിക്കറിയാം. മര്യാദയ്ക്ക് ട്യൂഷൻ വാടാ. എനിക്ക് ഒട്ടും വയ്യ ടീച്ചറേ, പനിയാ ടീച്ചറേ, വിറ കണ്ടില്ലേ? നിന്നെ വരുത്താനുള്ള പ്ലാൻ എനിക്ക് അറിയാപ്പെടാ. മോനെ, വിഷ്ണുമായ വന്നിട്ട് നിന്നെ പഠിക്കാനായിട്ട് തിരക്കുന്നു. വാ. എന്തായാലും അടുത്ത ആഴ്ച പരീക്ഷയല്ലേ, ട്യൂഷന് വരാം. വന്നാട്ടെ. വന്നിരി. വിഷ്ണുമായ എന്തിയേ? എല്ലാം മായല്ലേ മോനെ, നീ അവിടെ ഇരുന്ന് പഠി. എടാ, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവിടെ ട്യൂഷന് വരാൻ? 10-15 കിലോമീറ്റർ അപ്പുറത്തങ്ങനെ ട്യൂഷൻ പോയായിരുന്നെങ്കിലേ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. കറക്റ്റാ നീ പറഞ്ഞു. അതായിരുന്നു വല്ല ചീനിത്തോട്ടത്തിലെങ്ങാനും പാത്തിരിക്കായിരുന്നു. മോനെ, ട്യൂഷൻ തുടങ്ങി. വാ. അമ്മേ, ഞാൻ വന്നു. എന്റെ മോൻ വന്നോ? എടാ, ഞാൻ നിന്നെ ജനിച്ച നാള് മുതൽ മാത്സിലൂടെ പഠിപ്പിക്കുന്നത്. എന്തിനാടാ മലയാളത്തിന്റെ ബുക്ക് എടുത്തോണ്ട് വന്നേക്കുന്ന? കേറി പോടാ അകത്ത്. പോയിട്ട് മാത്സിന്റെ ബുക്ക് എടുത്തോണ്ട് വാടാ. ഈ മാത്സിന്റെ ബുക്ക് നിന്റെ അച്ഛന്റെ അച്ഛന്റെ ടേബിൾ ഇപ്പൊ എടുത്തോണ്ട. ചിക്കൻ കറിയുടെ മണോ ഇല്ലടാ? സുമേഷിന്റെ വീട്ടിൽ നിന്ന് തോന്നുന്നു. സുമേഷേ, എന്റെ വീട്ടിൽ ചിക്കൻ കറിയുടെ മണം. ചിക്കൻ കറിയോ? ട്യൂഷൻ കഴിഞ്ഞ ഞങ്ങളങ്ങോട്ട് വരട്ടെ? ഇല്ലടാ, വേണ്ട. അയ്യോ, വയറുവേദന എടുക്കുന്നേ ടീച്ചറേ, ഓടി വായോ. എന്തോ പറ്റി സുമേഷേ? എന്തോ പറ്റി? ടീച്ചറെ, ഭയങ്കര വയറുവേദന ടീച്ചറെ. എടാ, ഇത് കപകെട്ടല്ലോടാ? ഡാ, കള്ളത്തരമാണോടാ? അല്ല, സത്യം. വത്സലാമ്മയാണ് സത്യം. എന്നാ ഇവിടെ പിള്ളേരെടുത്ത് നാറ്റിക്കാതെ പോയിട്ട് വാ. അയ്യോ, ഒരു പീസെങ്കിലും പോക്കറ്റ് ഇട്ടുകൊണ്ട് വരുമോ? എടാ, ഒരു എല്ലുമൂട്ടായാലും മതി. അമ്മേ, ഞാൻ വീണ്ടും വന്നു. എടാ, ഇത് അച്ഛന്റെ പറ്റിന്റെ ബുക്കാടാ. എടുത്തോണ്ട് പോടാ. പോയി മാത്സിന്റെ ബുക്ക് എടുത്തോണ്ട് പോവാ. അയ്യോ, ഒരു അബദ്ധം പറ്റിയതേ. ഇവ കൊണ്ടുവരാം. എടാ, നിനക്ക് വയറുവേദനയായിട്ട് പോയതില്ലയോ? എന്തോ ഒരു ചിക്കൻ കറിയുടെ മണം. അതെ, ഇന്നലെ വീട്ടിൽ ചിക്കൻ കറി ആയിരുന്നേ. ഇപ്പം ഇറങ്ങിപ്പോയപ്പോ ഉള്ള മണമാണ് നിങ്ങൾക്ക് അടിക്കുന്നത്. ഇന്ന് മിസ്സായി. ആ, ബുക്ക് എടുത്തേ, നോട്ട് എഴുതിക്കോ. എടാ, അങ്ങേര് മലേഷ്യക്കാരനൊന്നുമല്ല, നാട്ടിലെവിടെ ഉള്ളവനാ. അങ്ങേര് മലേഷ്യക്കാരനൊന്നുമല്ല, നാട്ടിലെവിടെയോ ഉള്ളവൻ. എന്തു ഇത്? അദ്ദേഹവും പാർലർ ഏട്ടത്തെയും ചേർന്ന് നാടകം കളിക്കുക. പിള്ളേരെ, ടി വി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്ന നോട്ട് അങ്ങോട്ട് എഴുത്. അങ്ങേര് മലേഷ്യക്കാരനല്ല, നാട്ടിലെവിടെയോ ഉള്ളവൻ. അച്ഛാ, ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്ക്. പിള്ളേരെ പഠിപ്പിക്കുന്ന കേട്ടില്ലയോ? കുറയ്ക്കാം. അമ്മേ, വീണ്ടും ഞാൻ വന്നു. മാത്സിന്റെ ബുക്ക് ഇതെങ്ങനെ ഒപ്പിച്ചടാ? LKG പഠിക്കുന്ന അനിയത്തി പറഞ്ഞു ഇതാ മാത്സിന്റെ ബുക്ക് എന്ന്. അയ്യ, കേറി ഇരുന്നാട്ടെ. അതെ, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. കൃത്യമായിട്ട് ഉത്തരം പറയുന്നവർക്ക് എന്റെ വക മുട്ടായി ഉണ്ട്.
ഇതിനകത്ത് 3-4 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. ഈ ഉത്തരങ്ങൾ മൊത്തം നീ പഠിച്ചിട്ട് വരണം. നാളെ ഞാൻ ട്യൂഷന് ചോദിക്കുമ്പോൾ നീ പറയണം കേട്ടോ. ഞാൻ കലക്കും. കലക്കിയാ മതി. ആ പയ്യയുടെ ബാല്യം എന്തുവാ? അറിയാവുന്ന ഒരു കൈവക്കിയേ. ഉത്തരം അറിയാവോടാ? ഒരു ഐഡിയ ഉണ്ട്. അയ്യോ കുക്കറിന്റെ വിഷിലടിക്കുന്നു. ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് വരാവേ. അപ്പൂപ്പനൊരു സിഗരറ്റ് മേടിച്ചോണ്ട് തരുവോടാ. അയ്യോ ടീച്ചർ അറിഞ്ഞ വഴക്ക് പറയും. അയ്യോ ബാക്കി പൈസക്ക് മുട്ടായി മേടിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. വേണ്ട ഞാൻ പോവാം. ഞാൻ പോവാം. ഞാൻ പോവാം. ആ പിങ്കിമോ മതി. നീ മങ്കിയാ, ഞാൻ പിങ്കിയാ. ഞാൻ സ്റ്റൗ പോലും ഓണാക്കിയില്ലല്ലോ, പിന്നെ എങ്ങനെ കുക്കറിൽ വിസിൽ വരുന്നത്? ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. ഓ അപ്പൊ എന്റെ മോനാണ് ഇവിടുത്തെ കുക്കർ. അമ്മ അത് ഞാൻ മിമിക്രി അല്ല പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. മാർച്ച് മാസത്തിലല്ലേ നമുക്ക് കലോത്സവം ഉണ്ടാക്കുന്നത്. അടവ് എടുത്തോണ്ടിരിക്കുക. അല്ല ഇവിടുന്ന് ബിബീഷ് എന്തേ? ഇവിടുത്തെ അച്ഛൻ കാജാ ബീഡി മേടിക്കാനാ പറഞ്ഞു വിട്ടു. അച്ഛാ അച്ഛോ, എന്തുവാ? ഈ ട്യൂഷൻ പഠിക്കാൻ വരുന്ന പിള്ളേരെ കൊണ്ടാണ് ബീഡി മേടിപ്പിക്കുന്നത്. അയ്യോ ക്ഷമിക്കണം മോളെ, ഇനി ആവർത്തിക്കത്തില്ല. ഇനി മുതൽ വീടി വാങ്ങിപ്പിക്കത്തില്ല, സിഗരറ്റേ വാങ്ങിപ്പിക്കും. ഓ അതല്ല, ട്യൂഷൻ പഠിക്കാൻ വരുന്ന പിള്ളേരെ കൊണ്ട് അങ്ങനൊന്നും വാങ്ങിപ്പിക്കരുത്. അവർ വീട്ടുകാർ വന്ന് വല്ലതും പറയത്തില്ലയോ? അത് ശരിയാ, ഞാൻ അങ്ങോട്ട് ചിന്തിച്ചില്ല. ഇനി മുതലേ നിന്റെ മോനെ വിടാം. ആ പോ 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 പോ, എന്തോന്ന് വെച്ചാ പോ ചെയ് പോ. ബിബീഷ് വരുമ്പോഴേ പറയണേ. സുമേഷേ എക്സാമിന്റെ പേപ്പർ കിട്ടിയില്ലയോ? ഒന്ന് കാണിച്ചേ. ടീച്ചർ അത് വീട്ടിൽ ഇരിക്കുക. കുഴപ്പമില്ല, അപ്പുറത്തല്ലേ വീട്, നീ എടുത്തോണ്ട് വാ. അല്ല നിങ്ങളുടെ പേപ്പറോ? ആ ടീച്ചറെ ഞങ്ങളെ വീട്ടിൽ പോയി എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വരാം. വേണ്ട, ദൂരെയല്ലേ വീട്, ഇവിടെ തന്നെ ഇരുന്നാട്ടോ കേട്ടോ. നാളെ പോയി എടുത്തോണ്ട് വന്നാ മതിയേ. ടീച്ചറെ പേപ്പർ. 199 മാർക്കോ? ടീച്ചറിന്റെ മോന് പേപ്പർ കിട്ടിയില്ലയോ? അവന് കിട്ടിയില്ല, നാളെ കിട്ടുമായിരിക്കും. 2 മാർക്കല്ലയോ? എന്തുവാടാ ഇത്? നിന്നെ തൊട്ടും മാർക്കില്ലല്ലോ, തീരെ മാർക്കില്ല. ഞാൻ എന്തിനാ നിന്നെ പഠിപ്പിക്കുന്നത്? അല്ല 99 മാർക്ക് ഉണ്ടല്ലോ. 1 മാർക്ക് കുറഞ്ഞു. എന്തുകൊണ്ട് കുറഞ്ഞു? ഇനി ഇങ്ങോട്ട് നീ വരണ്ട, എനിക്ക് നാണക്കേടാ. പൊയ്ക്കോ, നീ ഇനി പഠിക്കണ്ട, പൊയ്ക്കോ. ഞാനിപ്പോ വരാവേ. അമ്മേ എന്തിനാ അവനെ പറഞ്ഞു വിട്ടേ? അവന് നല്ല മാർക്കുണ്ടല്ലോ. എടാ ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഒരു പോണക്കല്ലേ പഠിപ്പിക്കുന്നത്. അവന് 99 മാർക്ക്, നിനക്ക് 2 മാർക്ക്. അതിന് അങ്ങനെ ഞാൻ പഠിപ്പിച്ച അവനെ 99 മാർക്ക് മേടിക്കണ്ട. ഇനി അവൻ എങ്ങനെ പഠിച്ച് മാർക്ക് മേടിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. നിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടല്ലേ? അച്ഛാ നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. അപ്പൊ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ട്രിഗണോമെട്രി. എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലയോ? ആ ഇനി നാളെ തൊട്ടുണ്ടല്ലോ ഈ ജനന്റെ സൈഡിൽ വന്ന് നിന്നേ ശ്രദ്ധിച്ചു കേട്ടാ മതി. അപ്പൊ അച്ഛാ അമ്മക്ക് 1000 രൂപ ലാഭിക്കുകയും ചെയ്യാം. അത് തന്നെ. ബുക്കെടുത്തോണ്ട് ഒന്ന് പഠിച്ച് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കട്ടോ.